ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബീഫ് കറി ഉണ്ടാക്കുന്ന ഒരു സ്പോട്ടിലാണ് കേട്ടോ ഇന്ന് ഞാനുള്ളത്. ദിവസേന ഇവർക്കൊരു 2 പോത്തിന്റെ ഇറച്ചി വേണ്ടി വരും കേട്ടോ. അത്രയ്ക്കും ക്വാണ്ടിറ്റിയിലാണ് ഇവർ ഉണ്ടാക്കാറ്. ഇന്നിപ്പോ എത്ര കിലോ ഉണ്ട് ഇതില്? 350 കിലോ ആണ് ഇതിൽ വരുന്നത്. ഈ കറിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല നെയ്ച്ചോറുമാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ. ഇവിടുത്തെ കറി ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെമ്പുകളിലാക്കിയിട്ട് തൂക്കി ഓരോ സ്ഥലത്തേക്ക് അങ്ങോട്ട് കൊടുക്കൂട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബീഫ് വെക്കുന്ന കാസർഗോഡുള്ള മധുരിലുള്ള കൊല്ലിയ തട്ടുകടയിലാണ് നമ്മളുള്ളത്. നമ്മളവിടെ എത്തുമ്പോ ഇറച്ചിയൊക്കെ അവർ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. കൊട്ടയിൽ അങ്ങനെ ഇട്ട് നല്ലവണ്ണം കഴുകി അത് ഒരു ചെമ്പിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ഇവർ ക്ലീൻ ആക്കുന്നത് 75 കിലോ ഇറച്ചിയാണ് കേട്ടോ. നമ്മൾ പോയപ്പോ 350 കിലോ ഉള്ള വലിയ ചരുവത്തിലുള്ള ഇറച്ചി സെറ്റാക്കി അതിൽ ഉള്ളിയും തക്കാളിയും ഇട്ടുണ്ട് മുകളിൽ. പിന്നെ പച്ചമുളക് പേസ്റ്റും ഇട്ടുണ്ട്. കൂടാതെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട്. നമ്മൾ കുറച്ച് വൈകി പോയെന്നുള്ള ഇറച്ചി ഇടുന്നത് നമുക്ക് കിട്ടിയില്ല. പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കറിവേപ്പില ഇട്ട് ഉപ്പും ഇട്ട് വെച്ച് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇടുന്ന സമയത്ത്, ഇതിലേക്ക് ഇറച്ചിടുന്ന സമയത്ത് എത്താൻ കുറച്ച് വൈകിപ്പോയി. എന്തായാലും ആ ഇട്ടത് പിന്നെ ഒന്ന് തിളച്ച് വരുമ്പം അത് ഇളക്കി കൊടുക്കാൻ തുടങ്ങും. മൊത്തത്തിൽ ഒന്ന് പൊടിയിട്ടതും ആ തക്കാളിയും ഉള്ളിയൊക്കെ കുറച്ചേ ഇതിന് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഓവർ ഇനി 350 കിലോ ഇറച്ചി ഉണ്ട് വെച്ചിട്ട് ഒരുപാട് തക്കാളിയും ഉള്ളിയൊന്നും ഇതിന് യൂസ് ചെയ്യില്ല. ഇവർ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. ആ പൊടിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വെക്കണത്, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിങ്ങനെ തിളച്ച് വരുന്നതിനനുസരിച്ച് ഇളക്കി അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടത്. ഉണ്ടാവുമ്പോഴല്ലേ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ. അതിന് മുക്കാലും എല്ലാം ഇത് ഇങ്ങനെ ആവുമ്പോ ആർക്കും പ്രശ്നമില്ല. ഇവര് എല്ലില്ലാത്ത ഇറച്ചിയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവരിവിടെ ഇറച്ചിയൊക്കെ തൂക്കിയിട്ടാ കൊടുക്കല്. കിലോന് 500 രൂപ എന്ന ലെവലിലാണ് കേട്ടോ. നമ്മൾ സാധാ ഇപ്പം പോത്തിറച്ചി നമ്മൾ എല്ലില്ലാത്ത വാങ്ങാൻ പോയാൽ 360 കൊടുക്കണം. പിന്നെ വെക്കുന്ന മെനക്കേടും. ഇവിടെ 500 രൂപ കൊടുത്ത 1 കിലോ അടിപൊളി എല്ലില്ലാത്ത പോത്തിറച്ചി തന്നെ കിട്ടും കേട്ടോ വെച്ചത്. ഇവര് എല്ല് ഇതിലിടാത്ത എന്താ വെച്ചാൽ തൂക്കി കൊടുക്കുമ്പോൾ ചിലപ്പം ഒന്നാകെ കോരിടുമ്പോൾ എല്ല് ചിലയിലൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം വെച്ചിട്ട് എല്ലില്ലാത്ത ഇറച്ചി തന്നെ ഫുള്ളാക്കിട്ടോ. ഇനിയിപ്പോ ഇതിലേക്കുള്ള മസാലപ്പൊടി ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. തൂക്കിയിട്ട് തന്നെ ഇടുന്നത്. അതിലേക്ക് അത് ആദ്യം കുരുമുളക് കുറെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അതുപോലെ ഇറച്ചി മസാലയും ഇട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇവിടെ ഉണ്ട്. അതുപോലെ കാശ്മീരി മുളക് പൊടിയും ഇതിലുണ്ട്. കാശ്മീരിയും കൂടുതലായിട്ട് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ മേലേക്ക് അത് ആ മല്ലിപ്പൊടിയും അങ്ങോട്ട് കവർ കണക്കിന് പൊട്ടിച്ചിട്ടുണ്ട്. ഏകദേശം 350 കിലോക്ക് മസാല തന്നെ ഒരു ചെമ്പ് നിറച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് കൂടാതെ കറുവപ്പട്ട, കറാമ്പൂ, ജാതി അങ്ങനെ സ്പൈസസ് പൊടിച്ചത് വേറെ തന്നെ ഇടുന്നുണ്ട്. ഏകദേശം നല്ല ബീഫൊക്കെ ഏകദേശം പോത്ത് നല്ല വെന്ത് വരുമ്പോഴാണ് ഇളക്കി അത് 2 മണിക്കൂറോളം അങ്ങനെ ഇറകടുപ്പിൽ അങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് ഏകദേശം വേവിച്ച് ഏകദേശം ഒരു 80-90% അടുത്ത് വെന്ത് കഴിഞ്ഞാലാണ് ഇവർ ഈ മസാല കൂട്ടത്തിലേക്ക് ചേർക്കുന്നത് കേട്ടോ. മസാല ഇവിടെ റെഡിയാക്കി വെച്ച മസാല ഏകദേശം ബീഫൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ടിട്ട് ഇനി നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യണത്. ഇളക്കി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച് ആ മസാലന്റെ കുത്ത് പച്ചമണം എല്ലാം പോകുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലെവലാക്കി എടുക്കൂട്ടത്. ഏകദേശം ഇളക്കി നല്ലോണം മിക്സ് ആകുമ്പോൾ അതിലേക്ക് നല്ല തേങ്ങ ഉണ്ടല്ലോ, വറുത്ത തേങ്ങ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യൂട്ടോ. ഈ ചൂടത്ത് ഭയങ്കര ചൂടുമാണ്, ഭയങ്കര വിറകിന്റെ ചൂടും അതിന്റെ അടുത്ത് നിന്ന് മിക്സ് ചെയ്യണ ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഡെയിലി ഇവർക്ക് ശരിക്കും ഒരു എയിമായി പോയിണ്ടാവുന്നാലും ആ ചൂട് എന്ത് ചൂടാന്ന് അറിയേണ്ട അടുത്ത് നിന്ന് മടിക്കുന്നു. ഏകദേശം മിക്സ് ചെയ്ത് ഏകദേശം നമ്മളെ സംഗതി അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി വിതറി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടോ. എന്നിട്ട് ആ മല്ലിച്ചപ്പ് ഒന്നിങ്ങനെ ഇട്ടിട്ട് തിളച്ച് വരുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ നമ്മളെ പള്ളിക്കറി ഇവിടെ റെഡിയായി. ഇത് കാസർഗോഡ് ഭാഗങ്ങളിൽ ഇതിന് പള്ളിക്കറി എന്ന് പറയാം. പക്ഷെ 4 വർഷം മുമ്പ് ഒരു 10, 20, 30 കിലോയിൽ തുടങ്ങിയ ഇന്ന് വരും 300, 400, 500 കിലോ ഒക്കെ ഡെയിലി വെക്കാറുണ്ട് ഇവിടെ. ഇനി ഈ കറീന്റെ കൂടെ കഴിക്കാനുള്ള നെയ്ച്ചോറ് അവിടെ റെഡിയാക്കും. നെയ്യും ഉള്ളിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്ക് സ്പൈസസും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ല വണ്ണം ചേർത്തുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒന്നിനൊരു കുറവ് വരുത്തുന്നില്ല. ഇതിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ അതിൽ കൊടുക്കുന്നത്. അതിലേക്ക് നല്ല ചെറുമണി കൈമ റൈസും ആട്ടോ ഇതിൽ ഉപയോഗിക്കുന്നത്. അത് ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞിലേക്ക് അതിലേക്ക് നല്ല നെയ്യാണ് ടിന്ന് കണക്കിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല നെയ്യ്
അതൊക്കെ ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തുകൊണ്ട് ഏകദേശം അത്യാവശ്യം കുറച്ച് ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് അത് അവർ ആ ചൂടോടെ തന്നെ ആ ദമ്മ് കിട്ടാൻ വേണ്ടി അത് ഇറക്കി ഇങ്ങോട്ട് വെക്കും. എന്നതിന് ശേഷം മൂടി വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ കണലിട്ടുങ്ങാണ്ട് ദമ്മ് ചെയ്ത് വെക്കാൻ കേട്ടോ. അങ്ങനെയാണ് ഇവർ ഇവിടെ നെയ്ച്ചോറ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവരിവരെ ബീഫ് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഗൾഫിലേക്കായിട്ടൊക്കെ എല്ലാ സ്ഥലത്തേക്കും ഓർഡർ അനുസരിച്ച് ഇവർ കൊടുക്കലുണ്ട് കേട്ടോ. അതായത് ഇവർക്ക് കേരളത്തിൽ പല ജില്ലകളിലും ഇവർ ബസ്സിനായിട്ടും പല സ്ഥലത്തും കൊടുത്തയക്കലുണ്ട്. പല രീതിയിൽ അവരെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിച്ചാൽ മതി കേട്ടോ. 1 കിലോന് 500 രൂപയുള്ളൂ. ഗൾഫിലേക്കുള്ള പാക്കിംഗ് ഒക്കെ അത് കറക്റ്റ് ആക്കിയിട്ട് അവർ തരും ചെയ്യും കേട്ടോ. അത് ഗൾഫിലേക്കൊക്കെ ഒരുപാട് പേര് കാസർഗോഡ് ഭാഗങ്ങളിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് മംഗലാപുരത്തുള്ളവരൊക്കെ കേട്ടോ.